നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ കറൻസിയിൽ നമ്മുടെ ഗണപതിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരുന്ന കാര്യം? ഇന്ത്യ പോലും ഒരിക്കലും ഉൾപ്പെടുത്താതിരുന്ന ഗണപതിയുടെ ചിത്രം എങ്ങനെയാണ് ഇന്തോനേഷ്യൻ കറൻസിയിലെത്തിയത്? ഏകദേശം 17,000-ലധികം ദ്വീപുകളും 300-ലധികം വംശീയ വിഭാഗങ്ങളും 700-ലധികം ഭാഷകളും ഉൾക്കൊള്ളുന്ന ഒരു വൈവിധ്യത്തിൻ്റെ ദേശമാണ് ഇന്തോനേഷ്യ. ഈ വൈവിധ്യം മതങ്ങളിലും സംസ്കാരങ്ങളിലും വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഈ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അത്ഭുതകരമായ ഉദാഹരണമായി 1998-ൽ ഇറങ്ങിയ ഇന്തോനേഷ്യൻ 20,000 രൂപ നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് പുറത്തിറങ്ങിയ ഈ കറൻസിയിൽ ഹിന്ദു ദേവനായ ഗണപതിയുടെ ചിത്രം അച്ചടിച്ചിരുന്നതാണ്. ജ്ഞാനത്തെയും വിദ്യാഭ്യാസത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഗണപതിയുടെ സാന്നിധ്യം വിദ്യാഭ്യാസ പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര നായകനുമായ കി ഹജൻ ദേവന്തരയുടെ ചിത്രത്തോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്ന പ്രതീകാത്മകമായ ഒരു ശ്രമം കൂടിയായിരുന്നു. എന്നാൽ 2008-ൽ ഈ നോട്ട് സുരക്ഷാ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പിൻവലിക്കപ്പെട്ടതോടെ പിന്നീട് ഇത് ചർച്ചാ വിഷയമായി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് 2022-ൽ ഇന്ത്യയിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ നൽകിയ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യയുടെ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതര മാതൃകയുടെയും ഉദാഹരണമായി വീണ്ടും വാർത്തകളിലെത്തി.